ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടി പെരുമ്പാവൂർ റൂട്ടിൽ നിന്നും വെറും 600 മീറ്റർ മാത്രം മാറിയിട്ടുള്ള ദൂരത്തിലാണ്. പൂക്കാട്ടുപടി കഴിഞ്ഞാൽ ഉടനെ തന്നെയാണ് നമുക്ക് പൂക്കാട്ടുപടിയിൽ നിന്നും പെരുമ്പാവൂർക്ക് പോകുന്ന റൂട്ടിലാണ്. അവിടെ മെയിൻ റോഡിൽ നിന്നും 600 മീറ്റർ മാത്രമാണ് വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. നമുക്കിത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. 3 വില്ലകളുണ്ട്. ഇതിൽ ഏത് വില്ലകൾ സ്വന്തമാക്കണമെങ്കിൽ നിങ്ങൾക്ക് മാർബിൾ ഹോംസിലേക്ക് വിളിക്കാവുന്നതാണ്. അപ്പം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന വീട് കൂടാതെ കുറച്ചും കൂടെ കൂടിയ ലാൻഡ് അളവ് വേണമെങ്കിൽ അതിന് പറ്റിയ വില്ലകളും ഇവിടെയുണ്ട്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാർബിൾ ഹോംസിലൂടെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഒരു എലിവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലായി ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. ഭംഗിയുള്ള മതിലും ഗേറ്റും ഡിസൈനുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മതിലിൽ നോക്കിയാൽ കാണാം, നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകളിൽ ലൈറ്റുകൾ വരുന്നുണ്ട്. അതുകൂടാതെ ലേസർ കട്ട് ഡിസൈൻ ആണ് ആ മതിലിനിടയ്ക്കെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ പൈപ്പ് കൊണ്ട് നല്ലൊരു വർക്ക് മതിലിന് ആ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗേറ്റ് നോക്കുവാണെങ്കിൽ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഈ ഒരു സൈഡ് വന്നിട്ട് ജസ്റ്റ് തുറന്നു നോക്കാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് പെയിന്റ് ആണ്. ഭംഗിയുള്ള വർക്കുകളും ഒക്കെ തന്നെയാണ് എലിവേഷന് കൊടുത്തിരിക്കുന്നത്. പില്ലറുകളിലാണെങ്കിലും നല്ല രീതിയിൽ ക്ലാഡിംഗ് സ്റ്റോൺസ് വരുന്നുണ്ട്. വീട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ വീടുകൾ മെയിൻ റോഡിലൂടെ നമുക്ക് ഈ കാണുന്ന റോഡിലൂടെ പോകുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വിസിബിൾ ആണെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി ഒരു ഡീറ്റെയിൽ ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ നിന്ന് ഇൻഫോ പാർക്ക് ഭാഗത്തേക്കൊക്കെ നോക്കുവാണെങ്കിൽ വെറും 13 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് 17 ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് 14 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്താം. രാജഗിരി ഹോസ്പിറ്റൽ വളരെ അടുത്താണ്. 4.5 കിലോമീറ്റർ മാത്രം പോയി കഴിഞ്ഞാൽ നമുക്ക് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് എത്താവുന്നതാണ്. അപ്പൊ എലിവേഷൻ കണ്ടു, വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് നമ്മൾ നേരെ കയറി കഴിയുന്ന സമയത്ത് ഈ കാണുന്ന മുറ്റവും എല്ലാ ഏരിയകളും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ഇതുപോലുള്ള സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് ഉണ്ട്. ഇവിടെയാണ് നമുക്ക് നമ്മളുടെ ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നത്. ബാക്കി വരുന്ന ഏരിയ നോക്കിയാൽ കാണാം, അവിടെ നമുക്ക് ചെറിയ 2 വീലറുകളൊക്കെ വെക്കാനായിട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. ഒരു ചെറിയ കാർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പാർക്ക് ചെയ്യാനായിട്ട് നോക്കാവുന്നതാണ്. അവിടെയും അതിനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് 2 കാറുകളാണ് ഇവിടെ പാർക്കിംഗ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നത്. വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ആയിട്ടാണ് നമുക്ക് കിണർ വരുന്നത്. നല്ല ഭംഗിയുള്ള ടെക്സ്റ്റ് വർക്കൊക്കെയാണ് കിണറിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ് നമുക്ക് കിട്ടുന്നത്. കിണർ കൂടാതെ നമുക്ക് വെള്ളത്തിന് മറ്റൊരു ഓപ്ഷൻ ഉള്ളത് KWയുടെ വാട്ടർ ആണ്. റൈറ്റ് സൈഡിലേക്ക് പോകുന്ന വഴിക്ക് ക്ലാഡിംഗ് സ്റ്റോൺസ് ചെയ്തിട്ട് ആ ഒരു ഭംഗിയായിട്ടൊരു ചെറിയൊരു ലാൻഡ്സ്കേപ്പിംഗ് അവിടെ ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം തന്നെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വീടിന്റെ ബാക്ക് സൈഡ് നിങ്ങൾ കണ്ടു, ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോഴും ഇതുപോലെ തന്നെയാണ്. കാർ പോർഷന്റെ പില്ലറുകൾ നിങ്ങൾ കണ്ടു, ഭംഗിയായിട്ടുള്ള ക്ലാഡിംഗ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ലെഫ്റ്റ് സൈഡിലേക്ക് പോകാനുള്ള ആ എൻട്രൻസ് വരുന്നത്. അത് നോക്കിയാലും കാണാം, നമുക്ക് അത് എൻഡ് ചെയ്യുന്നത് നമ്മുടെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. കാർ പോർച്ച് നിങ്ങളൊന്ന് മുകളിലേക്ക് ശരിക്കും നോക്കേണ്ടത് തന്നെയാണ്. നല്ല രീതിയിലുള്ള വർക്കുകൾ കാർ പോർച്ചിന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. LED സ്ട്രിപ്പുകളും ലൈറ്റുകളും ഷോ ലൈറ്റുകളും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടാണ് കാർ പോർച്ചിന്റെ ആ ഒരു റൂഫൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന സമയത്ത് ഈ 2 പില്ലറുകൾ നല്ല ഭംഗിയുള്ള ഒരു വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് ക്ലാഡിംഗ് സ്റ്റോൺസ് അവിടെ കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ട് നോക്കുവാണെങ്കിൽ നമുക്കൊരു 3 ചെയർ ഇടാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിന്റെ ആ ഒരു മെയിൻ ഡോറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വീതിയുള്ള കട്ടളപ്പടിയിലാണ് ഡോർ ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈനുമാണ് ഡോറിന് കൊടുത്തിരിക്കുന്നത്. സ്റ്റീൽ ബീഡിങ്ങുകളൊക്കെ വരുന്ന രീതിയിലുള്ള ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ഡോർ വരുന്നത്. വീടിന്റെ ദർശനം, ഈ കാണുന്ന ഡോറിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
ഈ കാണുന്ന വീടിന്റെ ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 3.6 സെന്റ് 3.6 സെന്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ ലിവിംഗ് സ്പേസിലാണ്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ടൈലാണ്. നമുക്കധികം യൂണിഫോമിറ്റി ഒന്നും ഇല്ലാത്ത ടൈൽ. എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കൂടുതലും വൈറ്റ് ആണ് കാണാറുള്ളത്. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്ന രീതിയിൽ നല്ല ഗ്ലോസി ആണ്, നല്ല ഭംഗിയുള്ളൊരു ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. നേരെ കയറി വരുന്ന സമയത്ത് നമുക്ക് ഈ ഭാഗത്തൊരു വോള് കാണാം. ഈ വോള് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയുള്ള ഒരു പെയിന്റും ആ ഒരു വാൾപേപ്പറൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് 3 വിൻഡോസ് കാണാം. അതുകൂടാതെ മറ്റു വിൻഡോസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ വുഡൻ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ TV യൂണിറ്റ് നോക്കുവാണെങ്കിൽ നേരെ കയറി വരുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് TV യൂണിറ്റ് വരുന്നത്. മൾട്ടിവുഡ് കൊണ്ട് വളരെ ഹെവി ആയിട്ടുള്ള വർക്കുകളൊക്കെ തന്നെയാണ് TV യൂണിറ്റിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഫ്ലോറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് TV വെക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. നിറയെ LED ലൈറ്റുകളും LED സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ നോക്കുവാണെങ്കിൽ ഒരുപാട് നമുക്ക് കബോർഡുകൾ കിട്ടുന്നുണ്ട്. സൈഡുകളിലൊക്കെ ഓപ്പൺ ഷെൽഫുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ അതിന്റെ ലാസ്റ്റ് എൻഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഭംഗിയുള്ളൊരു ക്ലോക്ക് അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ നിറയെ LED സ്ട്രിപ്പുകളാണ് കൂടുതലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഫാൻ ഫിറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. വലിയ LED ബൾബുകളുമാണ് ഇട്ടിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്ന സമയത്ത് ഈ ഒരു ലിവിംഗ് സ്പേസിന്റെ ഇവിടെയായിട്ടാണ് നമുക്ക് ഡൈനിങ് ഏരിയ കിട്ടുന്നത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഡൈനിങ് ഏരിയയുടെ ഈ ഒരു വോള് വന്നിട്ടും നല്ല ഭംഗിയുള്ള ആ ഒരു വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു ഷോ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസ് നോക്കുവാണെങ്കിൽ നമുക്കൊരു ഫാമിലിയിലുള്ള ഒരു 4 പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെപ്പ് നോക്കിയാൽ കാണാം ഗ്രാനൈറ്റ്, ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകളിലെല്ലാം വിരിച്ചിരിക്കുന്നത്. മുകളിലേക്ക് പോകുന്ന ഭാഗത്ത് ഹാൻഡ് റെയിൽ നോക്കിയാൽ കാണാം ഇതെല്ലാം വുഡൻ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അകത്തെല്ലാം തന്നെ അയൺ ബാറുകൾ ഇട്ട് നല്ല സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗം നോക്കിയാൽ കാണാം കബോർഡുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഇൻവെർട്ടർ ഒക്കെ വെക്കാനായിട്ട് ഡോർ ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഓപ്പൺ ഷെൽഫ് പോലെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെയായിട്ട് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ വാഷ് ബേസിൻ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നല്ല രീതിയിലുള്ള PVCയുടെ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്കിൽ ലൈറ്റ് യെല്ലോ ഡിസൈൻ വരുന്ന നല്ല ഭംഗിയുള്ള വർക്കാണ് അവിടെ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. സെയിം വോള് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് ആ ഒരു നമ്മളുടെ ആ ഒരു വാഷ് ബേസിൽ ഇരിക്കുന്ന ഏരിയയിലേക്കും കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. മിറർ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വാഷ് ബേസിനാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ. അതിന് താഴെയാണെങ്കിൽ വൈറ്റ് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ്. അതിനും താഴെ നോക്കിയാൽ കബോർഡുകളായിട്ടൊക്കെയാണ് തിരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിലും നല്ല രീതിയിലുള്ള ആ ഒരു വുഡൻ പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ഫാൻ ഫിറ്റിംഗ് വരുന്നുണ്ട്. LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് കവർ ചെയ്തിരിക്കുന്ന ഭാഗത്തുള്ള റൂഫ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി പോകുന്ന ആ ഒരു ഭാഗം വന്നിട്ട് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് ലൈറ്റ് ഫിറ്റിംഗ്സും ഷോ ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ട് വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് ഈ കാണുന്ന ഒരു വീടിന്റെ ഇന്റീരിയർ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല ഭംഗി തോന്നുന്ന രീതിയിലുള്ള ഒരു വീടാണ് ഇപ്പൊ നമ്മൾ മാർബിൾ ഹോംസിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് ലിവിംഗ് സ്പേസ് വന്നത്. ഇവിടെയാണ് നമ്മൾ ഡൈനിങ് കണ്ടത്. ഇവിടെ നമുക്കൊരു ബെഡ്റൂം വരുന്നുണ്ട്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ നോക്കുവാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഡോറിന്റെ ഡിസൈൻ ഒക്കെ വരുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വോളിൽ ഭംഗിയായ ഒരു വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈനോട് കൂടിയിട്ടാണ് അത് ഒട്ടിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് 2 വിൻഡോസ് കാണാം. അതുകൂടാതെ ഈ ഭാഗത്തുമായിട്ടാണ് ബാക്കിയുള്ള 3 വിൻഡോസ് വരുന്നത്. വിൻഡോസിന്റെ എല്ലാം തന്നെ പുറത്തേക്ക് പ്രൊജക്ട് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ മൾട്ടിവുഡ് കൊണ്ട് വുഡൻ പാനലിംഗ് ചെയ്തിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. നമുക്ക് വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നല്ല ഭംഗിയുള്ളൊരു കളറിലൊക്കെ തന്നെയാണ് PVCയുടെ ആ ഒരു കോട്ടിംഗ് ഒക്കെ വളരെ ഭംഗിയായിട്ട് ഗ്ലോസി ആയ രൂപത്തിലാണ് ആ ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിന്റെ റൂഫിൽ നോക്കിയാലും കാണാം ആ ഒരു വുഡൻ പാനലിംഗ് പോലെയുള്ള ഭംഗിയുള്ള ഡിസൈനുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഫാൻ ഫിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും എല്ലാം വരുന്നുണ്ട്. കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ട് പോലും റൂഫിലെ വർക്കുകൾ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോറിന്റെ ഡിസൈൻ ഒക്കെ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് താഴേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും തെറിച്ച് പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. ടൈല് നോക്കുവാണെങ്കിൽ ഒരു ലൈറ്റ് ഗ്രേ ആൻഡ് ഒരു കോഫി ബ്രൗൺ കളറിലുള്ള കോമ്പിനേഷനിലാണ് ടൈലുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം വന്നിട്ട് സെറയിലും ജാഗാറിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചൺ വന്നിട്ട് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
കിച്ചന്റെ ആ ഒരു എൻട്രൻസ് തന്നെ നോക്കിയാൽ കാണാം മൾട്ടിവുഡിൽ വളരെ ഭംഗിയുള്ള ഡിസൈനുകളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലായിട്ട് 3 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് കാണാം. അതുകൂടാതെ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിലും നിറയെ ഓപ്പൺ ഷെൽഫുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഒരു 3 പേർക്കൊക്കെ 3-4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് ആണ് കിട്ടുന്നത്. കിച്ചന്റെ ആ ബാക്കിയുള്ള വോളുകളൊക്കെ നോക്കുവാണെങ്കിൽ കാണാം കോപ്പർ കളറോട് കൂടി ഒരു ടൈലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഡിസൈൻ ഉള്ള ടൈൽ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബുകളൊക്കെ നോക്കുവാണെങ്കിൽ ലൈറ്റ് ഗ്രേ ആണ്. ഒരുപാട് വാർഡ്രോബുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലും ആയിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. സിങ്ക് പൈപ്പ് കണക്ഷൻ ഒക്കെ വരുന്നത് ഈ ഭാഗത്താണ്. 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ചിമ്മിണി ഫെസിലിറ്റിയും കൂടി നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കിയാൽ കാണാം ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് നമുക്ക് മിഡിലിൽ തന്നെ വരുന്നുണ്ട്. അതുകൂടാതെ ട്രയാങ്കിൾ ഷേപ്പിൽ കുറച്ച് വർക്കുകൾ റൂഫിൽ ചെയ്തിട്ടുണ്ട്. അവിടെയും ആ ഒരു വുഡൻ കളറിലുള്ള പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന് ചുറ്റിനുമാണെങ്കിലും LED സ്ട്രിപ്പുകളും വരുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ആ ഒരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഇവിടെയാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു സ്ലാബ് കിട്ടുന്നുണ്ട്. ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. അവിടെയും ഒരു സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. 2 സൈഡിലും ഡോർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലൂടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. മുകളിലെല്ലാം തന്നെ ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ട് സൈഡെല്ലാം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല ട്രാൻസ്പെറന്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള വെളിച്ചം കടക്കുന്ന പോളി കാർബൺ ഷീറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് താഴെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് മുകളിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് നമ്മൾ ഹാൻഡ് റെയിൽസും സ്റ്റെപ്സിനെ കുറിച്ചും എല്ലാം ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. നേരെ വരുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്പണിങ്സ് കാണാം. ഒരു 5ഓളം ഓപ്പണിങ്സ് പെർഗോള മോഡലിൽ ഗ്ലാസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ഭംഗിയുള്ളൊരു ഷോ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ നമുക്ക് റൂഫിലേക്ക് നോക്കിയാൽ കാണാം നല്ല രീതിയിലുള്ള വർക്കുകൾ റൂഫിൽ വരുന്നുണ്ട്. ആ ഒരു വുഡൻ മോഡൽ വർക്കുകളും LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റുമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ആ സെയിം വർക്കുകൾ തന്നെയാണ് ഈ ഒരു ഹാള് കംപ്ലീറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ ഒരു ഹാളിൽ ഫുള്ളായിട്ട് തന്നെ റൂഫിംഗ് വർക്കുകളൊക്കെ വരുന്നുണ്ട്. LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും വുഡൻ മോഡലുള്ള വർക്കുകളും ഒക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിലാണ്. ഇവിടെയായിട്ടാണ് നമുക്ക് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമ്മൾ താഴെ ലിവിംഗ് സ്പേസിൽ കണ്ട ആ ഒരു സെയിം മോഡൽ തന്നെയാണ് ഇവിടെയും മൾട്ടിവുഡ് കൊണ്ട് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് ഷെൽഫുകളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളും LED ലൈറ്റുകളും ഒക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ താഴെ ഒരു ബെഡ്റൂമാണ് കണ്ടത്. നമുക്കിനി ഇവിടെ താഴെ ഒരു ബെഡ്റൂമാണ് കണ്ടത്. മുകളിൽ നമുക്കിനി 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാം. ഈ ഒരു TV യൂണിറ്റിൻ്റെ അടുത്തായിട്ട് നമുക്കൊരു ഡോറ് കാണാം. ഇവിടെയായിട്ട് നമുക്കൊരു ചെറിയ ബാൽക്കണി കിട്ടുന്നുണ്ട്. ഈ ഒരു ബാൽക്കണി സ്പേസ് നമുക്ക് വീടിൻ്റെ ഈ ഒരു സൈഡിലേക്കുള്ള ഓപ്പണിംഗ് ആയിട്ടാണ് വരുന്നത്. മെയിൻ റോഡിനെ ഫേസ് ചെയ്തിട്ടല്ല, നമുക്ക് സൈഡിലുള്ളൊരു ഭാഗമാണ്. ബാൽക്കണി കൂടാതെ നമുക്ക് ഇതൊരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് കൂടി നമുക്ക് യൂസ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് റൂഫൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ റൂഫിൽ വർക്കുകളും ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോർണർ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്ലഗ് പോയിന്റും വേസ്റ്റ് വാട്ടർ പോകാനുള്ള ലൈൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസാണ്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ തൊട്ടടുത്ത് വീടാണ്. ഞാൻ പറഞ്ഞിരുന്നു റോഡ് ഫേസ് ആയിട്ടാണ് ഈ കാണുന്ന വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. 3 വില്ലകളാണ് നമുക്കിവിടെ സെയിലിന് റെഡി ആയിട്ടുള്ളത്. ലാൻഡ് അളവുകളും സ്ക്വയർ ഫീറ്റിലും വരുന്ന ഡിഫറൻസ് അനുസരിച്ചിട്ടാണ് ഓരോന്നിൻ്റെയും റേറ്റ് വരുന്നത്. സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ റൈറ്റ് സൈഡിലുള്ളതെല്ലാം തന്നെ കണ്ടു കഴിഞ്ഞ് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം ടോട്ടൽ നോക്കുവാണെങ്കിൽ 2ാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമുക്കിവിടെ 3 വിൻഡോസ് കാണാം. ഈ ഒരു വോളിലായിട്ട് 2 സിംഗിൾ വിൻഡോസുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് നോക്കുകയാണെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിനകത്ത് ചെറിയ ലൈൻസ് ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു മോഡലാണ് ചെയ്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ കൂടി കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കിയാലും കാണാം നല്ല രീതിയിൽ തന്നെ റൂഫിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിങ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂമിനകത്തുള്ള ടൈലുകളുടെ കളർ കോമ്പിനേഷൻസ് നോക്കുവാണെങ്കിൽ ഒരു വൈറ്റ് ആൻഡ് ലൈറ്റ് യെല്ലോ കളറിൽ കുറച്ച് ഡിസൈനൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് ടൈലുകളാണ് വോളിലും ഫ്ലോറിലും ഒക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 3rd ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ഇവിടുത്തെ 3ാമത്തെ ബെഡ്റൂം വരുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂമുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഏകദേശം ഒരു ഫാമിലി കോട്ട് തന്നെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ബെഡ്റൂമിൻ്റെ ഒരു സൈസ് വരുന്നത്. 2 ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കാണാം. ഇവിടെയായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. ഓരോ റൂമുകളിലും ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള വാർഡ്രോബുകളാണ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിലും ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി ചെയ്തിട്ടുണ്ട്.
റൂഫിൽ നോക്കിയാലും കാണാം എല്ലാ റൂമുകളിലെയും പോലെ നല്ല രീതിയിലുള്ള വർക്കുകളാണ് റൂഫിലും വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെ കളർ കോമ്പിനേഷൻസ് നോക്കുകയാണെങ്കിൽ വൈറ്റ് കളറിൽ ഒരു ചെറിയ ഡിസൈൻ വരുന്ന ടൈപ്പ് ഓഫ് ഒരു ടൈലാണ് വോളിലും ഫ്ലോറിലും എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമുക്കൊരു ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അത് വന്നിട്ട് ഇവിടുത്തെ ഫ്രണ്ട് വ്യൂ വരുന്ന ആ ഒരു ബാൽക്കണി സ്പേസിലേക്കാണ്. മെയിൻ ബാൽക്കണി വരുന്നത് ഇവിടെയാണ്. കംപ്ലീറ്റ് ആയിട്ട് ടഫിൻ്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നല്ലൊരു സ്പേസ് തന്നെ നമുക്കിവിടെ ബാൽക്കണിക്കായിട്ട് കിട്ടുന്നുണ്ട്. ബാൽക്കണിയുടെ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ വർക്കുകളും ലൈറ്റ് ഫിറ്റിങ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ പോലും നമുക്ക് ഈ ലൈറ്റ് ഫിറ്റിങ്സ് എല്ലാം തന്നെ വിസിബിൾ ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാം. ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു മുനിസിപ്പൽ റോഡിൻ്റെ ഫ്രണ്ടേജ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടി പെരുമ്പാവൂർ റൂട്ടിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡിൽ നിന്ന് നമുക്കൊരു 600 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. 3 വീടുകളാണ് ഇവിടെ പണി കഴിഞ്ഞിട്ട് സെയിലിനായിട്ട് റെഡിയായി നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കംഫർട്ടായൊരു ബഡ്ജറ്റ് തന്നെ വാങ്ങിക്കാം. നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ഏത് വീട് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ വീട് കൂടാതെ ഇതിന് തൊട്ടടുത്ത് കുറച്ചും കൂടെ ബഡ്ജറ്റ് കൂടിയതുണ്ട്. അതിലും കൂടുതൽ ലാൻഡ് വേണ്ടവർക്ക് അതിലും കുറച്ചും കൂടെ വലിയൊരു വീടും അവൈലബിൾ ആണ്. ഇന്ന് പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് 3.6 സെൻറ്റ് സ്ഥലത്താണ്. 3.6 ആണ് ലാൻഡ് അളവ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ 1600 ആണ്. 1600 ആണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. 3 BHK ആണ്. 3 ബെഡ്റൂമുകളായിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. താഴെ നമുക്കൊരു കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. വെള്ളത്തിനായിട്ട് നല്ല കിണർ വെള്ളമുണ്ട്. താഴെ ഒരു കാറല്ല, താഴെ 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ 2 വീലേഴ്സൊക്കെ വയ്ക്കാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. കിണർ വെള്ളവും KWയുടെ വാട്ടറും കൂടെയാണ് നമുക്കിവിടെ വെള്ളത്തിനായിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഈ ഭംഗിയുള്ള വീട് ഉദ്ദേശിക്കുന്ന പ്രൈസ് 75 ലക്ഷം രൂപയാണ്. 75 lakhs എന്നുള്ള ഇതിൻ്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. തൊട്ടടുത്ത് കുറച്ചും കൂടെ ലാൻഡ് അളവ് കൂടി ഒരു വീട് 85 ലക്ഷത്തിന് അവൈലബിൾ ആണ്. ഏകദേശം 5.8 സെൻറ്റ് വരുന്ന മറ്റൊരു ലാൻഡ് അളവിലുള്ള ഒരു വീടും തൊട്ടടുത്ത് അവൈലബിൾ ആണ്. അതിന് 1,10,00,000 ഇന്ന് പരിചയപ്പെട്ട വീടിൻ്റെ പ്രൈസ് മറക്കണ്ട. 75 ലക്ഷം രൂപയ്ക്ക് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള വില്ലയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾക്ക് മാർബിൾ ഹോംസിൻ്റെ ഒരു വീഡിയോ കാണാൻ തോന്നുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു വീട് സ്വന്തമാക്കാൻ നിങ്ങളുടെ ആ ഒരു രാശിയായിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ. ഈ വീടല്ലെങ്കിൽ മറ്റൊരു വീടാണ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത്. ഏത് വീടുകൾ എവിടെ വേണമെങ്കിലും എറണാകുളം ജില്ലയിൽ തീർച്ചയായിട്ടും മാർബിൾ ഹോംസിനെ വിളിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റ് അനുസരിച്ച് വീടുകൾ ഞങ്ങൾ എടുത്തു തരുന്നതാണ്. മാർബിൾ ഹോംസിനോടൊപ്പം തീർച്ചയായും നല്ലൊരു കംഫർട്ടായ ജേർണി ആയിരിക്കും വീടുകൾ കാണാൻ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. മാക്സിമം നിങ്ങളെ അക്കമ്പനി ചെയ്യാനായിട്ട് ഞാൻ തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. ഫാമിലി ആയിട്ട് വരുന്നവർക്ക് തീർച്ചയായിട്ടും സന്തോഷത്തോടു കൂടി നമ്മുടെ കൂടെ വീടുകൾ കാണാൻ വരാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് എന്തുമായിക്കോട്ടെ വീടുകൾ സ്വന്തമാക്കാൻ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകൾ ഇനിയും കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബാർ കൂടി എനേബിൾ ചെയ്യുക. അടുത്തൊരു ഭംഗിയുള്ള വീടിൻ്റെ വിശേഷങ്ങളുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.